ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 7ാം ക്ലാസ്സിലെ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വന്ന ചോദ്യപേപ്പറാണ്. തസ്കിയ, തജ്വീദ് എന്നീ 2 വിഷയങ്ങൾ ഒരുമിച്ചാണ് നമുക്ക് പരീക്ഷ ഉണ്ടാവുക. തസ്കിയയിൽ നിന്ന് 8 മുതൽ 14 വരെ പാഠങ്ങളും അതുപോലെ തജ്വീദിൽ നിന്ന് 8 മുതൽ 14 വരെയുള്ള പാഠങ്ങൾ. ഈ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഒരുമിച്ചുള്ള പേപ്പറായിരിക്കും. ഒറ്റ പേപ്പറാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം വന്ന ചോദ്യപേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് വന്നത് ശരി ഉത്തരത്തിൻ്റെ കുളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. നമുക്ക് കിട്ടാൻ ഏറ്റവും ഉറപ്പുള്ള മാർക്കുകളാണ്. അപ്പം അത്തരം ചോദ്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മൾ എഴുതണം കേട്ടോ. അപ്പോൾ ചോദ്യം നല്ലോണം വായിക്കുക, ഓപ്ഷനുകൾ നല്ല രൂപത്തിൽ വായിക്കുക. എല്ലാ ഓപ്ഷനുകളും മനസ്സിലായതിനു ശേഷം ശരിയുള്ളത് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം വൽ ഇൽമു യുഅ്ത വലാ യഅതി, ഇത് പറഞ്ഞത് ആരാണെന്നുള്ളതാണ്. അപ്പം ആരാണ്? അവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാറൂൺ റഷീദിനെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അമീൻ മഅ്മൂൻ കൊടുത്തിട്ടുണ്ട്, ഇമാം മാലിക് എന്നിങ്ങനെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാറൂൺ റഷീദ് ഒരു രാജാവാണ്, അമീൻ മഅ്മൂൻ അവരുടെ മക്കളാണ്, ഇമാം മാലിക് ഉസ്താദുമാണ് അല്ലേ. അപ്പോൾ ഈ സംഭവം പറഞ്ഞത് ഉസ്താദാണല്ലേ. അമീനും മഅ്മൂനും വീട്ടിൽ പഠിപ്പിച്ചാലും വേണ്ടി ഉസ്താദിനോട് വരാൻ പറഞ്ഞപ്പം എന്ത് ചെയ്തു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത് വീട്ടിലേക്ക് വരുന്ന സംഭവമല്ല എന്ന് പറഞ്ഞതാണല്ലേ. അതായത് ഇൽമ് നമ്മൾ തേടി പോകണം, അത് നമ്മളെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇനി ഈ രണ്ടാമത്തെ ചോദ്യം ഉള്ളത് 2 സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേര് എന്താണെന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: അഹദ്, സ്വമദ്, ബലദ്. ഇതിലേതാണ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേരായിട്ടുള്ളത്? ഇവിടെ കൊടുത്തതിൽ സ്വമദാണ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേര്. വേറെയും പേരുകളുണ്ടായിരുന്നു, തൗഹീദ്, നജാത്ത്, അസാസ്, ഇങ്ങനെയൊക്കെ പേരുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ മാസം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി സഹാബികളൊക്കെ സൽക്കരിക്കാനൊക്കെ തിക്കും തിരക്കും കൂടിയൊരു സംഭവം പറയുന്ന പാടല്ലേ. അപ്പോൾ പാഠത്തിൽ പറയുന്നുണ്ട്, അതിൽ 3 ഓപ്ഷനാണുള്ളത്: റബീഉൽ അവ്വൽ, മുഹറം, റമളാൻ. ഏത് മാസത്തിലായിരുന്നു? റബീഉൽ അവ്വൽ മാസത്തിലാണ് എത്തിയത് അല്ലേ. പിന്നെ അപ്പോൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് മാത്രം ശരിയിട്ട് വെക്കുക കേട്ടോ. അതുപോലെ നമ്മളിങ്ങനെ ആദ്യം തെറ്റുത്തരത്തിൻ്റെ മേലിൽ ഇങ്ങനെ ശരിയിട്ട് പിന്നെ അതിങ്ങനെ കുത്തി വരയിട്ട് കറുപ്പിച്ച് പിന്നെ വേറെ ഒന്നിനും ശരിയിട്ട് കൊടുക്കുക, അതൊക്കെ ഒരു വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാം മനസ്സിലാക്കി വെക്കുക. ചോദ്യം ഏതാണ്, ഉത്തരം ഏതാണ് എന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ശരി ഉത്തരങ്ങൾ ഇടട്ടെ. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ആദ്യം തെറ്റ് എഴുതിയിട്ട് പിന്നെ അത് തിരുത്തി എഴുതുന്ന ഒരു ശൈലിയൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. അത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം ഉള്ളത് യാത്ര എന്നാണ് അർത്ഥം. താഴെ കൊടുത്തത് റുഖ്സത്തുണ്ട്, അതുപോലെ ത്വാഇറത്തുണ്ട്, റിഹ്ലത്തുണ്ട്. ഇതിൽ യാത്ര എന്ന അർത്ഥമുള്ളത് ഏതാണ്? റിഹ്ലത്ത് എന്നുള്ളതാണ് അല്ലേ. റിഹ്ലത്തിന് യാത്ര എന്നാണ് അർത്ഥം. അതുപോലെ ത്വാഇറത്ത് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലേ, വിമാനം എന്ന അർത്ഥത്തിൽ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ പഠിച്ചു വെക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാം. അതിൽ അടുത്ത ചോദ്യം ഉള്ളത് നമുക്ക് തജ്വീദിലുള്ള ചോദ്യമാണ്. ഖത്തുകളെ കുറിച്ച് ഒരുപാട് ലിപികളെക്കുറിച്ച്, അറബി ലിപികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ലിപി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിപി ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ പാഠത്തിലുള്ള ഒരുപാട് ലിപികൾ പറഞ്ഞിട്ടുണ്ട്. ആ ലിപികളൊക്കെ ഓരോന്നും കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ആ പാഠത്തിൽ നിന്ന് എന്തായാലും ഈ രൂപത്തിൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഖത്തുൻ നസ്ഖ് അല്ല നമുക്ക് ഉറപ്പാണ്. കാരണം ഖത്തുൻ നസ്ഖ് വളരെ വായിക്കാനൊക്കെ ഈസിയുള്ളൊരു ഇതാണല്ലേ. ഖത്ത് സുലുസും അല്ല, അതും കുറച്ചൊക്കെ വായിക്കാൻ കഴിയുന്നൊരു രൂപമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇത് കൊടുത്തിട്ടുള്ളത് ഖത്തുൽ കൂഫിയാണ്. അപ്പോൾ നമ്മൾ ഏതാണ് എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 3നെയും ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അല്ല 3അല്ല, ഒരുപാട് ലിപികളുണ്ട്, അവയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓരോന്നിൻ്റെയും ആ എഴുത്ത് രൂപം കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലാവണം. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യമുള്ളത് അൽ-ളുനൂന എന്നതിലെ റസ്മുൽ ഉസ്മാനി നിയമം ഏതാണ്? അൽ-ളുനൂന എന്നതിൽ നമുക്കറിയാം ഇവിടെ അവസാനത്തിൽ ഒരു അലിഫ് അധികം വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിന് ബദൽ എന്ന് പറഞ്ഞാൽ പകരം എഴുതുന്നല്ലോ. ഇപ്പോൾ ഒരക്ഷരത്തിന് പകരം വേറൊന്ന് എഴുതുന്നതിന് ബദൽ എന്ന് പറയാം. സിയാത്ത് എന്ന് പറഞ്ഞാൽ അധികം വരുന്നതിന് എഴുതുന്നതിനാണ് സിയാത്ത് എന്ന് പറയാം. ഹദഫ് എന്ന് പറയാം കളയുന്നതിനെ കുറിച്ചാണ്, ഒന്നിനെ കളയുന്നതിനെ കുറിച്ചാണ് എന്ന് പറയാം ഹദഫ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ അധികം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിയായത് സിയാദത്താണ് അല്ലേ, സിയാദത്ത് ആണ്.
അതുപോലെ ഇനി ബദലിൻ്റെ ഉദാഹരണങ്ങളും ഹദഫിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഏതാണ് നമ്മളെ പരീക്ഷയിൽ ഏതാണ് ചോദ്യമായിട്ട് വരിക എന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ ഇതേ രൂപത്തിൽ നമ്മൾ ഉദാഹരണങ്ങൾ കണ്ടപ്പോൾ അല്ലുനൂന എന്നുള്ളതിൽ ഇത് അവസാനത്തെ ഈ അക്ഷരം ജായിദയാണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്കിതിന് ഉത്തരം കിട്ടുക. അപ്പം ഓരോ ഉദാഹരണത്തിലും എന്താണുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചാലാണ് ഏത് രൂപത്തിലാണ് നമ്മളെ ചോദ്യം വരിക എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവാൻ അത് നല്ലതാണ്, അതുകൊണ്ട് എല്ലാവരും ചെയ്യട്ടോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത് ചേരുംപടി ചേർക്കാനാണ്. നമ്മൾ 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് ലഭിക്കേണ്ട മാർക്കുകളാണ്, നഷ്ടപ്പെടുത്തരുത് എന്നുള്ള രൂപത്തിലുള്ള മാർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ആദ്യം പറഞ്ഞ ഭാഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ നല്ല രൂപത്തിലും വായിച്ച് നോക്കുക, അത് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രമാണ് അതിനോട് യോജിച്ചത് ഏതാണുള്ളത് രണ്ടാമത്തെ ഭാഗത്തുണ്ടോ നോക്കൽ കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. 2 ഇസ്ഹദ് ഫിദ്ദുന്യ, അല്ലേ, ദുന്യാവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിരക്തിയുള്ള ആളുകളാവുക. പിന്നെ മൂന്നാമത്തത് വസ്തുദ് യദൈക, അല്ലേ, പിന്നെ ലാ തദഅ ഷൈഅൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിനെയും നിസ്സാരമായി കാണാൻ പാടില്ല. പിന്നെ വസ്ഹദ് ഫീമാ ഇൻദന്നാസി, ജനങ്ങളുടെ അടുത്തുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു വിരക്തി ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മളെ ഓരോ പാഠത്തിൽ പറഞ്ഞ ഹദീസുകളുടെയൊക്കെ ചില ഭാഗങ്ങളാണ്. അതിൻ്റെ ബാക്കി ഭാഗം ഇപ്പുറത്തുണ്ട്. അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഇത്തഖില്ല, അവസാനത്തെ പാഠത്തിനുള്ള ചോദ്യമാണ്. ഹൈസുമാ കുന്ത എന്നുള്ളതാണ് അതിൻ്റെ ബാക്കിയിലെ. അപ്പോൾ ഈ ആണ് അതിൻ്റെ ബാക്കി, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. രണ്ടാമത്തത് ഇസ്ഹദ് ഫിദ്ദുന്യ, അതും ആ പാഠത്തിൽ തന്നെ ഇസ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബുക്കല്ലാഹു എന്നാണ് വേണ്ടത്. നമ്മളിവിടെ ചോദ്യത്തിൽ യുഹിബ്ബുക്കൻ നാസു എന്നുള്ളത്. 2 ചോദ്യം അതേ രൂപത്തിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അള്ളാഹു എന്നാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സി യുഹിബ്ബുക്കല്ലാഹു എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സി ആണ് ശരി ഉത്തരം ഉണ്ടാവുക കേട്ടോ. പിന്നെ വസ്തുദ് യദൈക, ഇത് നമ്മളൊരു ബൈത്ത് പഠിച്ചതാണ്. നമ്മൾ ബൈത്തുള്ള കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കാം കേട്ടോ, എന്നാലാണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ എഴുതാൻ കഴിയുക. വസ്തുദ് യദൈക ബി ഹബിലില്ലാഹി മുഅ്തസിമ എന്നുള്ള ബൈത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബി ഹബിലില്ലാഹി ഡി ആണ് ഇവിടെ വരേണ്ടത് കേട്ടോ. അടുത്ത നാലാമത്തെ ലാ തദഅ ഷൈഅൻ, ഇത് നേരത്തെ ഹാറൂൺ റഷീദിനോട് ഷാഫി ഇമാം പറഞ്ഞ ഭാഗത്തുള്ളതാണ്. ഷാഫി ഇമാം അല്ല, മാലിക്കി ഇമാം പറഞ്ഞ ആ സംഭവമാണ്. ലാ തദഅ ഷൈഅൻ റഫഅഹു അല്ലാഹു, അല്ലേ, അള്ളാഹു ഉയർത്തിയതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്സാരമായി കാണാൻ പാടില്ല. അപ്പോൾ ബി ആണ് ശരി ഉത്തരം. പിന്നെ അഞ്ചാമത്തത് വസ്ഹദ് ഫീമാ ഇൻദന്നാസി, നീ ജനങ്ങളുടെ അടുക്കലുള്ളതൊക്കെ നിനക്ക് ഒരു വെറുപ്പ് അല്ലെങ്കിൽ അതിനോട് വിരക്തിയുള്ള ആളാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് നമ്മൾ പഠിച്ചില്ല അവസാനത്തെ പാഠത്തിൽ. അപ്പം യുഹിബ്ബുക്കന്നാസു, ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും, അല്ലേ, അല്ലെ, ജനം നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ അവസാന പാഠത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവസാന പാഠമല്ല, അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പാഠത്ത് മിൻ ജവാമിൽ കലിം, അല്ലേ, അങ്ങനത്തെ ഒരു പാഠത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പാഠത്തിൽ പറഞ്ഞ ചെറിയ ഹദീസുകൾ, ആയത്തുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇടയിൽ വിട്ട ഭാഗങ്ങൾ എന്താണെന്നുള്ളത് വെച്ചാൽ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ ഡാഷിനു സമാനമാണ്. എന്തായിരുന്നു, ഖുർആനിൻ്റെ 1/3 സമാനമാണ്, അല്ലേ. ഖുർആനിൻ്റെ 3 ഭാഗമാക്കിയാൽ ഒരു ഭാഗത്തിന് സമാനമാണ് ഇഖ്ലാസ്. അപ്പം 1/3 അല്ലെങ്കിൽ 1/1 നമ്മൾ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സുലുസൽ ഖുർആൻ, അല്ലേ, സുലുസ് എന്ന് എഴുതി കൊടുക്കുക, എന്തെങ്കിലും നമ്മൾ ചെയ്താൽ മതി കേട്ടോ, സുലുസ്. അപ്പോൾ ആ രൂപത്തിലാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ കാര്യം ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം ഉള്ളത് നുബൂവത്തിൻ്റെ ഡേഷാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. നുബൂവത്തിൻ്റെ എത്രാമത്തെ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ? അത് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് 13-ാം വർഷം, അല്ലേ. ഇനി മൂന്നാമത്തേത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് ഡാഷ്. നമ്മൾ മാലിക് ഇമാമിനെ കുറിച്ച് പറയുന്ന ആ പാഠത്തിൽ പറയുന്നുണ്ടല്ലേ, എന്താണ്, മുവത്ത എന്നാണ് എൻ്റെ അർത്ഥം, മുവത്ത. ഇനി മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡാഷ് ഇവിടെ വീട്ടിൽ താമസിച്ചു. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ വീട്ടിലാണ് താമസിച്ചത്? അബൂ ത്വൽഹത്തുൽ അൻസാരിയിലെ അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. അപ്പോൾ അതാ കാര്യം ഇവിടെ വൃത്തിയായിട്ട് എഴുതി കൊടുക്കട്ടോ.
പിന്നെ അഞ്ചാമത്തെ ചോദ്യം ഉന്ദുർ കൈഫ എന്നതിലെ ഹംസത്തുൽ വസലിന് ഡാഷ് നൽകി ഓതണം. ഇവിടെ ഇപ്പോൾ ഉന്ദുർ കൈഫ എന്നതിലെ ഈ അലിഫ് ഇതാണ് ഹംസത്തുൽ വസൽ എന്ന് പറഞ്ഞത്. ഇതിന് എന്താണ് കൊടുക്കേണ്ടതെന്നാണ്. ഫത്ഹ് കൊടുക്കണോ, ദമ്മ് കൊടുക്കണോ, കസ്ർ കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹംസത്തുൽ വസലിൻ്റെ ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഹംസത്തുൽ വസലിന് കസ്ർ കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ലമ്മ ആണെങ്കിൽ ഹംസത്തുൽ വസലിന് ലമ്മ് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ വസലിനോട് ലമ്മിട്ട് കൊടുക്കണം എന്നല്ല, നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അവിടെ ലമ്മായിട്ട് ഉച്ചരിക്കണം എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ലമ്മാണുള്ളത്. ഹംസത്തുൽ വസലിൻ്റെ ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ലമ്മാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ ലമ്മ ചെയ്ത് ഉച്ചരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഒന്ന് ലമ്മ് ചെയ്ത് ഉച്ചരിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക കേട്ടോ. ലമ്മ് നൽകി ഓതണം അല്ലെങ്കിൽ ലമ്മത്ത് നൽകി ഓതണം എന്ന് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം ലാ തഅ്മന്ന എന്നതിലെ നൂനിന് മേൽ ഡാഷ് ചെയ്ത് ഓതണം. ലാ തഅ്മന്ന എന്നുള്ളിടത്ത് ഈ നൂനിന് എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചത്, ഇഷ്മാം ചെയ്യണം എന്ന് പഠിച്ചല്ലേ. ഇഷ്മാം ചെയ്ത് ഓതണം. അതുപോലെ വേറെയും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ ഇമാലത്ത് ചെയ്ത് ഓതുന്നുണ്ട്, അതുപോലെ തസ്ഹീൽ ചെയ്ത് ഓതുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളും അത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യമുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം വന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ എത്രയാണ്. നമ്മൾ അവസാനത്തെ പാഠത്തിൽ പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്, 114 സൂറത്തുകളാണുള്ളത് അല്ലേ. പിന്നെ അതിലെ രണ്ടാമത്തെ ചോദ്യം ഒരു മുസ്ലിം എല്ലാ ദിവസവും ഫാത്തിഹ നിർബന്ധമായി എത്ര തവണ ഓതണം. എത്ര തവണയാണ് നമ്മൾ അവസാനത്തെ പാഠത്തിൽ പറഞ്ഞതാണ്, അതും 17 തവണ അല്ലേ. 17 തവണ 17 റക്അത്ത് നിസ്കാരം നമുക്ക് ഒരു ദിവസം നിർബന്ധമാണ്. ആ നിസ്കാരത്തിലൊക്കെ നമ്മൾ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് 17 തവണ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം സൂറത്തുൽ മുൽക്കിലെ ആയത്തുകൾ എത്രയാണെന്ന്. സൂറത്തുൽ മുൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് 30 ആയത്തുള്ളൊരു സൂറത്തുണ്ട്, അത് എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും കാണാതെ പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച സൂറത്താണ്. അപ്പോൾ ആ സൂറത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. 30 ആയത്തുകളാണുള്ളത്. നാലാമത്തെ ചോദ്യം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേള് കുത്തി എത്ര തവണ. ഇമാം മാലിക് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ പാഠത്തിൽ എത്ര തവണയാണ് തേള് കുത്തിയെന്ന് പറയുന്നുണ്ട്. 16 തവണയാണ് തേള് കുത്തിയത് അല്ലേ. അപ്പോൾ നമ്പറൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. അതിൽ അഞ്ചാമത്തെ ചോദ്യം അഷ്ശൈഖ് അബുൽ ഫത്ഹിൽ ബുസ്തി റളിയല്ലാഹു അൻഹു ഏത് കാലഘട്ടത്തിലെ കവിയാണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ, അബ്ബാസി കാലഘട്ടത്തിലാണ് അല്ലേ, അബ്ബാസി. അപ്പോൾ നമ്മൾ ആ കവിതൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വെക്കുക. അബ്ബാസി കാലഘട്ടത്തിലെ കവിയാണ് എന്ത്, അഷ്ശൈഖ് അബുൽ ഫത്ഹിൽ ബുസ്തി. താരിഖിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്ബാസി കാലഘട്ടത്തിൽ വൈജ്ഞാനികപരമായ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കവിത, കഥ അല്ലേ, രചനകൾ, ശാസ്ത്രം, സയൻസ്, ഫിലോസഫി ഇങ്ങനത്തെ ഒരുപാട് വൈജ്ഞാനിക വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ആ കാലത്തെ പ്രസിദ്ധമായ ഒരു കവിയാണ് അഷ്ശൈഖ് അബുൽ ഫത്ഹിൽ ബുസ്തി എന്നുള്ളത് കേട്ടോ, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ആറാമത്തെ ചോദ്യം 1,00,000 തവണ ഓതിയാൽ അതാഖത്തു മിനന്നാർ എന്ന് പറഞ്ഞ നരകമോചനം അല്ലേ. അതാഖത്തു മിനന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്ത് ഏതാണ്. അപ്പോൾ ഏതൊരു സൂറത്ത് 1,00,000 തവണ ഓതിയാൽ എന്ത് ചെയ്യും, അതാഖത്തു മിനന്നാറുണ്ട്, നരകമോചനം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സൂറത്താണ് ആ സൂറത്ത് എന്നുള്ളതാണ്. ആ സൂറത്തുൽ ഇഖ്ലാസ് ആണല്ലേ. നമ്മൾ ഖുൽ ഹുവല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞൊരു പാഠമുണ്ട്, ആ പാഠത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. അതുപോലെ മരണാസന്നമായ അസുഖത്തിൻ്റെ സമയത്ത് ഓതിയാൽ വേറെന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞ പാഠത്തിലുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള ചോദ്യം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം വന്നത് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കും. ആർക്കാണ് എളുപ്പമാക്കി കൊടുക്കുക. അവസാനത്തിൻ്റെ മുമ്പുള്ള പാഠത്തിൽ പറഞ്ഞതാണ് ആരെങ്കിലും ഇൽമിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ചോദ്യം ഉമ്മു അയ്യൂബും ഭർത്താവും അബു അയ്യൂബിലെ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹുവും രാത്രി ഉറക്കമൊഴിച്ചു പരിഭ്രാന്തരായി എന്നുള്ളൊരു പാഠം തന്നെ ഉണ്ടല്ലേ. ആ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് എന്തായിരുന്നു. അന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നപ്പം അവർ മുകളിലാണ് താമസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ താഴെ ഉണ്ടായിരുന്നു അല്ലേ.
അപ്പോൾ മുകളിൽ അവരിങ്ങനെ അവരുടെ ചലനങ്ങൾ കാരണം താഴേക്ക് എന്തെങ്കിലും വീഴുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അത് കാരണം അവർക്ക് എന്തായി, അന്നത്തെ രാത്രിയിൽ പരിഭ്രാന്തരായി ഉറക്കമൊഴിച്ചു എന്ന് ആ പാഠത്തിൽ പറയുന്ന സംഭവമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത് മൂന്നാമത്തെ ചോദ്യം, ദഅ്തകാസുല ഫിൽ ഖൈറാത്തി തത്ലുബുഹ ഫലൈസ യസ്അദു ബിൽ ഖൈറാത്തി കസ്ലാനു എന്നതിനെ സാര എഴുതാനാണ് പറഞ്ഞത്. നീ തേടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ കൈവരിക്കുന്നതിൽ മടി ഒഴിവാക്കുക, കാരണം അലസനായ മനുഷ്യന് നന്മ കൊണ്ട് സൗഭാഗ്യവാനാവില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണമെന്ന് കരുതിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉപകരണങ്ങൾ, എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടുമോ, പൊതുപരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ രൂപത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ ശ്രമങ്ങൾ നടത്തിയാലാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. അതല്ലാതെ പൊതുപരീക്ഷയ്ക്ക് വിജയിക്കണമെന്ന് കരുതി നമ്മളിങ്ങനെ മടി കാണിച്ച് വീട്ടിലിരുന്നാൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കവി പറയണത്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം, എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത്രയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഒരുപാട് ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിൻ്റെ പരീക്ഷകൾ, ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി പഠിക്കാൻ ശ്രമിക്കുക, പരമാവധി സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് പൊതുപരീക്ഷയൊക്കെ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ, മടിയില്ലാത്ത ആളുകൾക്കൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം ഉള്ളത്, ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും എന്നുള്ളത് അറബിയിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത്. നമ്മൾ അവസാനത്തെ പാഠത്തിൽ ഒരു ലീ പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പാഠത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ കുട്ടി ഉസ്താദിനോട് പറയുന്നുണ്ട്, സർജിയോ ഇരൽ ബൈത്തി ഖദൻ അല്ലേ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആൾ നാളെ ഇനി വീട്ടിലേക്ക് മടങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിച്ച വാക്കാണത് സർജിയോ ഇരൽ ബൈത്തി ഖദൻ എന്നുള്ളത്. അപ്പോൾ ആ പാഠത്തിൽ നമുക്ക് ഈ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ആ പാഠത്തിലുള്ള എല്ലാ അറബി വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. മറ്റ് കുറേ ചോദ്യങ്ങൾ ആ പാടുന്നുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ആ പാടത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ഉള്ളത്, ഖത്തുൻ നസ്ഖിൻ്റെ ഒരു മഹത്വം ഇതാണ്. നമുക്ക് ഖത്തുൻ നസ്ഖ് ഇല്ലേ, നമുക്ക് പ്രധാനപ്പെട്ട ഒരു ലിപിയാണ്. ആ ലിപി നമ്മൾ അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറയുന്ന ആ പാഠത്തിൽ ഒരു 2-3 മഹത്വങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം ഇതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ എന്തായിരുന്നു അത്? ഖത്തുൻ നസ്ഖിൻ്റെ മഹത്വം എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ്. പരിശുദ്ധ ഖുർആനും പാഠകിതാബുകളെല്ലാം ഖത്തുൻ നസ്ഖിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഏറ്റവും എളുപ്പമുള്ള എഴുത്താണ്. സാധാരണയുള്ള എല്ലാ കിതാബുകളും അതുപോലെ ഖുർആനൊക്കെ ഖത്തുൻ നസ്ഖിലാണുള്ളത്. അപ്പം ഇത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വേറെയും ചില കാര്യങ്ങൾ അതിൽ ആ പാഠത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, റിബ എന്നതിൽ റസ്മുൽ ഉസ്മാനിയുടെ നിയമം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പദം റിബ എന്നുള്ള ഈ പദത്തിൽ ഇതിൽ റസ്മുൽ ഉസ്മാനി നിയമങ്ങൾ നമ്മൾ ഒരു 5-6 നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഏതാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ബ എന്നതിന് ശേഷം നീട്ടാൻ ഇവിടെ വാവാണ് വന്നിട്ടുള്ളത് അല്ലേ. നീട്ടാൻ ശരിക്കും അലിഫല്ലേ വരിക. അപ്പോൾ അവിടെ അലിഫിന് പകരം എന്ത് വന്നിട്ടുണ്ട്, വാവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണത്, അവിടെ പകരം വന്നതാണല്ലേ. അപ്പോൾ പകരം വരുന്നതിന് എന്താ പറയുക, ബദൽ എന്നാണ് പറയില്ലേ. പകരം വരുന്നതിന് പകരം ഒരക്ഷരത്തിന് പകരം വേറൊരു അക്ഷരം വരുന്നതിന് എന്താ പറയുക, ബദൽ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതിലടുത്ത ചോദ്യം ഉള്ളത്, ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹംസത്തുൽ വസ്ലും പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഹംസത്തുൽ ഖത്ഉം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹംസത്തുൽ ഖത്ഉ എന്താണ്? ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ, ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും അതുപോലെ തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചേർത്തി ഓതുമ്പോൾ വായിക്കില്ല, എന്നാൽ തുടക്കത്തിൽ വായിക്കും. ഇത്തരം ഹംസക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുക. അപ്പോൾ അതിനൊരു ഉദാഹരണം ഇതാണ് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ഇഖ്റ ബിസ്മി എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ ഒരു ഹംസയാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് ഇഖ്റ ബിസ്മി എന്നുള്ള സ്ഥലത്ത് ചേർത്തി ഓതുന്ന സമയത്തോടെ നമ്മുടെ ഈ എന്ന് വായിക്കും, അല്ലാത്ത സമയത്ത് അത് ചേർത്തി ഓതുന്ന സമയത്ത് അത് വായിക്കൂല എന്നാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് ഹംസത്തുൽ ഖത്ഉ എന്നുള്ളൊരു ഹംസയുണ്ട്. ഇത് എല്ലാ സമയത്തും വായിക്കുന്ന ഹംസയാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്തി ഓതുന്ന സമയത്തും അല്ല തുടക്കത്തിലൊക്കെ വായിക്കുന്ന ഹംസയാണ് ഹംസത്തുൽ ഖത്ഉ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത്, കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്, 5 വരിയിൽ കുറയാതെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറിപ്പ് എഴുതാനാണ്. അവിടെ കൊടുത്ത 5 വരി അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ 5 വരിയിൽ നമ്മൾ മുഴുവനായിട്ട് എഴുതിയിരിക്കണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ മുഴുവൻ മാർക്ക് ലഭിക്കുക. 6 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടാവുക. അപ്പോൾ 6 മാർക്കും ലഭിക്കണമെങ്കിൽ നമ്മളത് മുഴുവനായിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഉള്ളത്, സൂറത്തുൽ ഇഖ്ലാസ് അവതരണ പശ്ചാത്തലം. സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളൊരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഖുൽ ഹുവല്ലാഹു അതിൻ്റെ പാഠം.
ആ പാഠത്തിൽ എന്താണ് അതിൻ്റെ അവതരണ പശ്ചാത്തലം, ആ സൂറത്ത് ഇറങ്ങാനുണ്ടായ ഒരു കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് ആ പാഠത്തിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുറൈശികൾ ബിംബങ്ങളെ ആരാധിക്കുന്നൊക്കെ കണ്ടു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അവർ തന്നെ കൈകൊണ്ടുണ്ടാക്കിയ ബിംബങ്ങൾ അവർ തന്നെ ആരാധിക്കുന്നു, എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുന്നു, സഹായം ചോദിക്കുന്നു. അപ്പോൾ ഇതിലുള്ള ഒരു വിഡ്ഢിത്തം അല്ലെങ്കിൽ അതിലെ ഒരു അറിവില്ലായ്മ മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, നിൻ്റെ റബ്ബ് ആരാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അപ്പോൾ അവതരിപ്പിച്ച ഒരു ആയത്താണ് സൂറത്തുൽ ഇഖ്ലാസിലെ. അപ്പം അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും കാര്യങ്ങളൊക്കെ പറയുന്ന രൂപത്തിലുള്ളൊരു സൂറത്താണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം നിങ്ങൾ നിങ്ങളുടെ പുസ്തകം അതുപോലെ നോട്ട്സൊക്കെ നോക്കിയിട്ട് നല്ല രൂപത്തിൽ എഴുതി ശീലിക്കണം. 5 വരിയിൽ എഴുതാൻ പറ്റിയ രൂപത്തിൽ എഴുതി ശീലിക്കണം. എന്നാൽ മാത്രമാണ് ഇത്തരം ഒരു ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതാൻ കഴിയുക. എന്തായാലും ഈ രൂപത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, ഖുർആനിലെ മഹത്വമുള്ള ചില സൂറത്തുകൾ. ഖുർആനിലെ മഹത്വമുള്ള സൂറത്തുകളെ കുറിച്ച് നമ്മൾ അവസാനത്തെ പാഠത്തിൽ, തജ്വീദിൻ്റെ അവസാനത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ പറയുന്നുണ്ട്, സൂറത്ത് യാസീൻ പറയുന്നുണ്ട്, സൂറത്ത് മുൽക്ക് പറയുന്നുണ്ട്, വാക്കിയ പറയുന്നുണ്ട്. അപ്പോൾ ഈ സൂറത്തുകളെ കുറിച്ചൊക്കെ ചെറിയ രൂപത്തിൽ എഴുതാൻ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഫാത്തിഹ 2, യാസീൻ 3, മുൽക്ക് 4, വാക്കിയ 4 സൂറത്തുകളെ കുറിച്ചും ഒരു ഭാഗം എന്തെങ്കിലും കുറച്ച് കാര്യം എഴുതി വെച്ചാൽ 5 വരി പൂർത്തിയാകും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എല്ലാ സൂറത്തുകളെ കുറിച്ചും ചെറിയ രൂപത്തിൽ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ 5-6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഒരിക്കലും ഒഴിവാക്കി വിടരുത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്ന രൂപത്തിൽ 5 വരി പൂർത്തിയാക്കിയാൽ അതിൻ്റെ മാർക്കുകൾ ലഭിക്കാനും അത് വളരെ ഈസി ആയിരിക്കും. ഒഴിവാക്കി വിടരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തെ പൊതുപരീക്ഷയിൽ നിങ്ങൾക്കൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അത് നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവാൻ കാരണമാകും ഇൻഷാ അല്ലാഹ്.